നമസ്തേ. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ 11-ാമത്തെ ശ്ലോകം. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ. ഭഗവാൻ പറയുന്നത്, ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ആത്മതലം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കോ ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കോ എത്ര ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ കഴിയില്ല. യതന്തോ യോഗിനശ്ചൈവ. ഇവിടെ യോഗിന എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗികളുടേതെന്നറിയപ്പെടുന്ന അനേകം സംഘടനകളുമുണ്ട്. എന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ കാര്യത്തിൽ ഇക്കൂട്ടർ ഇപ്പോഴും അന്ധതയിലാണ്. ചില കായിക വ്യായാമങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടർക്ക് ശരീരദാർഢ്യവും ആരോഗ്യവും ഉണ്ടെങ്കിൽ തൃപ്തിയായി. എന്നാൽ ഇതിൽ നിന്ന് ജീവന്റെ ദേഹാന്തര പ്രാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ശരിക്കും യോഗചര്യയിൽ ഏർപ്പെട്ട് ആത്മാവിനെയും പ്രപഞ്ചത്തെയും പരമപുരുഷനെയും സാക്ഷാത്കരിച്ചവർക്ക്, ഭക്തിയോഗികൾക്ക്, ഭഗവാനോടുള്ള വിശുദ്ധമായ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടവർക്ക് മാത്രമേ ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഇവർക്ക് ശരീരത്തിനുള്ളിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ദിവ്യശക്തിയായി അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ളവർക്ക് മൃഗങ്ങളും പക്ഷികളും മനുഷ്യനും എല്ലാം ഭഗവാന്റെ അംശമായി കാണാൻ കഴിയുന്നു. അശുദ്ധമായ മനസ്സുള്ളവർ എത്ര ശ്രമിച്ചാലും അത് കാണാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. അത്തരക്കാർക്ക് ആത്മാവ് എപ്പോഴും അദൃശ്യമായിട്ടുള്ള ഒരു രഹസ്യമായിരിക്കും. മനസ്സ് ശുദ്ധമായുള്ളൊരുവന് ഭഗവാനെ അന്ധകാരത്തിലും കാണാൻ കഴിയും. ഹരി ഓം.